സെക്കൻഡ് മൊഡ്യൂളാണ് ചർച്ച ചെയ്യാനുള്ളത്. മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഉദാരവൽക്കരണത്തിലേക്ക്. മിശ്ര സമ്പദ് വ്യവസ്ഥ നെഹ്റുവിയൻ സാമ്പത്തിക ശാസ്ത്രം എന്നും അറിയപ്പെടുന്നുണ്ട്. പൊതു സ്വകാര്യ ഉടമസ്ഥതകൾ ചേർന്നുള്ള വ്യവസായത്തെ പറയുന്ന പേരാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. മുതലാളിത്തവും സോഷ്യലിസത്തിൻ്റെയും ഒരു സങ്കര ഇനം എക്കണോമിയെയാണ് നെഹ്റു നമ്മുടെ സമ്പദ് വ്യവസ്ഥയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഭരണകൂടത്തിൻ്റെ ഇടപെടലുകളോടെയുള്ള സ്വകാര്യ ഉടമസ്ഥതയിൽ വ്യാവസായിക രംഗം മത്സരാധിഷ്ഠിതമാകും. ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും കമ്പോള മേധാവിത്വവും സ്വകാര്യ ഉടമകളുടെ നിയന്ത്രണത്തിലാകുമ്പോൾ മറുഭാഗത്ത് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന വ്യവസായങ്ങൾ പൊതു ഉടമസ്ഥതയിലായിരിക്കും. സ്വകാര്യ ഉടമസ്ഥതയുടെ പര്യായമായ മുതലാളിത്ത വ്യവസ്ഥയ്ക്കും പൊതു ഉടമസ്ഥതയുടെ ഉദാഹരണമായ സോഷ്യലിസ്റ്റ് സ്ഥിതിയും കൂടിച്ചേർന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ അതൊരിക്കലും പൂർണ്ണമായിട്ടും ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയോ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയോ ആയിരിക്കില്ല. പകരം രണ്ടിൻ്റെയും നല്ല വശങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു മിക്സഡ് എക്കണോമിക് ഉദാഹരണമാണ് നമ്മുടേത്. പൂർണ്ണമായി മുതലാളിത്തമോ പൂർണ്ണമായി സോഷ്യലിസമോ ആവാതെ രണ്ടിൻ്റെയും ഒരു മിശ്ര രൂപമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഭരണകൂടം ഇടപെടുന്നത് ഇന്ത്യയെ പോലുള്ള വികസനോന്മുഖമായ അഥവാ ഡെവലപ്പിംഗ് ആയ രാജ്യങ്ങൾക്ക് ഭരണകൂടത്തിൻ്റെ ഇടപെടലുകൾ സ്വകാര്യ സംരംഭകത്തെ രാജ്യ നന്മക്കായി ഉപയോഗപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഇത്തരം ഇടപെടലുകൾ സ്വകാര്യ മുതലാളിത്തത്തിൻ്റെയും സ്വകാര്യ കുത്തകകളുടെയും ദൂഷ്യങ്ങൾ ഒരു പരിധിവരെ ലഘൂകരിക്കാൻ കഴിയും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ സ്വകാര്യ മേഖല ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുതലാളിമാരുടെ താല്പര്യങ്ങൾ അനുസരിച്ചുള്ള പോക്കിന് ഒരു തടയിടാൻ ഗവൺമെൻറ്റിന് കഴിയും. ആഡം സ്മിത്തിനെ പോലുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്ത ലേസസ് ഫെയർ സിദ്ധാന്തം സ്വകാര്യ മൂലധനം ഉടമകളുടെ സ്വാതന്ത്ര്യത്തിൽ ഭരണകൂടം കൈകടത്തരുത് എന്ന് വാദിച്ചു. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ മുതലാളിമാരുടെ പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും പാടില്ല എന്നാണ് ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള ലേസസ് ഫെയർ സിദ്ധാന്തം പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ പരിധി വരെ അത് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അതിൻ്റെ ദൂഷ്യവശങ്ങൾ തിരിച്ചറിഞ്ഞതോടുകൂടി ഭരണകൂടങ്ങൾ ചെറിയ തോതിലുള്ള നിയന്ത്രണങ്ങളൊക്കെ നേരിടുന്നുണ്ട് എക്കണോമിക് മേഖലയിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ആഡം സ്മിത്ത് പറഞ്ഞത് ഒറ്റ കാരണവശാലും ഗവൺമെൻറ് ഇടപെടരുത്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇത് ആദ്യം ആ ഒരു സിദ്ധാന്തം സ്വീകരിച്ചു. പക്ഷേ അതിൻ്റെ ദൂഷ്യവശങ്ങൾ അവർ തിരിച്ചറിഞ്ഞതോടുകൂടി എന്ത് ആ ഒരു ലേസസ് ഫെയർ സിദ്ധാന്തത്തിൻ്റെ ആ ഒരു കണിക്ഷമായ നിയന്ത്രണം ഒഴിവാക്കുകയും പകരം ഗവൺമെൻറ്റിൻ്റെ ഒരു നിയന്ത്രണം വ്യാവസായിക മേഖലകളിൽ സ്ഥാപിക്കുകയും ചെയ്തു. 1948 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആണ് ഇന്ത്യയിലെ മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത്. ഇതനുസരിച്ച് വ്യവസായങ്ങളെ പ്രൈവറ്റ് എന്നും പബ്ലിക് എന്നും രണ്ട് വിഭാഗങ്ങളായിട്ട് വേർതിരിച്ചു. അടിസ്ഥാന വ്യവസായങ്ങൾ, തന്ത്രപ്രാധാന്യമുള്ള വ്യവസായങ്ങൾ, ഹെവി വ്യവസായങ്ങൾ എന്നിവ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അഥവാ പൊതു ഉടമസ്ഥതയിലും മറ്റുള്ള ചെറുകിട വ്യവസായങ്ങൾ സ്വകാര്യ ഉടമസ്ഥതയിലും നിലനിർത്താൻ നടപടി സ്വീകരിച്ചു. സാമ്പത്തിക നയങ്ങളിലൂടെ ഗവൺമെൻറ് ഓരോ ഘട്ടത്തിലും സ്വകാര്യ സംരംഭകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1948 കൊണ്ടുവന്നിട്ടുള്ള ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആണ് ഇന്ത്യയിലെ മിശ്ര സമ്പദ് വ്യവസ്ഥകൾ മാർഗ്ഗനിർദ്ദേശം നൽകുന്നത്. അപ്പോൾ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള എല്ലാ വ്യവസായങ്ങളും വൻകിട വ്യവസായങ്ങൾ മുഴുവൻ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പൊതു ഉടമസ്ഥതയിലും അതുപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങൾ സ്വകാര്യ വ്യക്തികൾക്കും നടത്താൻ അനുവാദം നൽകിയെങ്കിലും എന്തുണ്ട് ഗവൺമെൻറ് എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും സ്വകാര്യ വ്യവസായങ്ങളുടെ മേലിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ സ്വകാര്യ വ്യവസായ സംരംഭത്തിന് വേണ്ടി ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന നിയമം എന്ന് പറയുന്നത് 1951 ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് ആണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് ആണ്. സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സാമൂഹ്യ നിർമ്മാണത്തിനാവശ്യമായ സാമൂഹ്യ സാമ്പത്തിക നയം രൂപീകരിക്കണമെന്ന് ഈ പ്രമേയം ആവശ്യപ്പെട്ടു. 1954 പാർലമെൻറ്റ് അംഗീകരിച്ച ഈ പ്രമേയം പ്രകാരം ഒരു സോഷ്യലിസ്റ്റ് സമൂഹം കെട്ടിപ്പടുക്കുകയായിരുന്നു ലക്ഷ്യം. ഈ ലക്ഷ്യം നേടിയെടുക്കാൻ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനും വ്യാവസായികവൽക്കരണത്തിൻ്റെ ഗതിവേഗം കൂട്ടാനും പൊതുമേഖല വികസിപ്പിക്കാനും നടപടികൾ സ്വീകരിച്ചു. ചുരുക്കം ചില വ്യക്തികളുടെ കയ്യിൽ സാമ്പത്തിക അധികാരം കേന്ദ്രീകരിക്കാതിരിക്കാനും സ്വകാര്യ കുത്തകകൾക്ക് തടയിടാനും വരുമാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും കാര്യത്തിൽ വ്യത്യാസങ്ങൾ കുറച്ചു കൊണ്ടുവരാനും നടപടികൾ സ്വീകരിക്കണമെന്നും തീരുമാനിക്കപ്പെട്ടു. അപ്പോൾ
നമ്മുടെ മുതലാളിത്ത വ്യവസ്ഥയെ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഇന്ത്യൻ പാർലമെൻറ്റ് നടപ്പിലാക്കിയിട്ടുള്ള പാസ്സാക്കിയിട്ടുള്ള ആദ്യത്തെ നിയമമാണ് 1951 ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട്. അത് പ്രമേയം പാർലമെൻറ്റ് അംഗീകരിച്ചത് 1954 ഇത് പ്രകാരം സോഷ്യലിസ്റ്റ് പാതയിലുള്ള ഒരു എക്കണോമിയെയാണ് ഇന്ത്യൻ ഭരണാധികാരികൾ മുന്നോട്ട് വച്ചിരുന്നത്. എന്താണ് ഹരിത വിപ്ലവം? ഹരിതം എന്ന് പറഞ്ഞാൽ പച്ച, ഗ്രീൻ റവല്യൂഷൻ. എന്നാൽ കാർഷിക മേഖലയിലുള്ള വികസനത്തെ പറയുന്ന പേരാണ് ഹരിത വിപ്ലവം. ഇന്ത്യൻ എക്കണോമിയുടെ മുഖച്ഛായ മാറ്റിയ ഒരു പദ്ധതിയാണിത് ഹരിത വിപ്ലവം. വികസനം, സാങ്കേതിക വളർച്ച, സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നിവയാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നടന്ന ഗവേഷണങ്ങൾ. അപ്പോൾ കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന പുരോഗതിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പദ്ധതിയെ പറയുന്ന പേരാണ് ഹരിത വിപ്ലവം. 1960കളിലാണ് ഈ വിപ്ലവം നടക്കുന്നത്. എന്നാൽ ആധുനിക കാർഷിക സങ്കേതങ്ങളുടെയും ഉയർന്ന വിളവ് ലഭ്യമാക്കുന്ന വിളകളുടെയും സഹായത്തോടെ 1953 തന്നെ ഇന്ത്യയിൽ കാർഷികോൽപാദനം വർദ്ധിച്ചിരുന്നു. ലോകത്തിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവായി അംഗീകരിക്കപ്പെട്ടത് നോർമാൻ ബോർഗലാണ്. നോർമാൻ ബോർഗൽ 1970 നോബൽ സമ്മാനത്തിന് അർഹനായ വ്യക്തിയാണ് നോർമാൻ ബോർഗൽ. ലോകമെമ്പാടുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളെ പട്ടിണിയിൽ നിന്നും രക്ഷപ്പെടുത്തി എന്നതാണ് ബോർഗലിന് ഈ നേട്ടം കൊയ്തത്. ജനിതക വിദഗ്ധനായിരുന്ന ഡോക്ടർ എം സ്വാമിനാഥും കാർഷിക ശാസ്ത്രജ്ഞനായിരുന്ന SK ദത്തുമാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് ഉപജ്ഞാതാക്കൾ. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് നോർമാൻ ബോർഗലാണെങ്കിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് MS സ്വാമിനാഥനെയാണ്. MS സ്വാമിനാഥനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന മറ്റൊരു കാർഷിക ശാസ്ത്രജ്ഞനായിരുന്നു SK ദത്ത്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഉണർവിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ പുരോഗതിയെ പറയുന്ന പേരാണ് ഇത് ഹരിത വിപ്ലവം എന്നത്. ഹരിത വിപ്ലവം വിജയിപ്പിക്കാൻ ഗവൺമെൻറ് പല തന്ത്രങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകൾ, ജലസേചന സൗകര്യങ്ങൾ, കീടനാശിനികളുടെ ഉപയോഗം, കൃഷിഭൂമിയുടെ സമാഹരണം, കൃഷിഭൂമി ഭൂപരിഷ്കരണങ്ങൾ, ഗ്രാമീണ സൗകര്യങ്ങളിലെ വർധനവ്, കാർഷിക സാമ്പത്തിക വായ്പ, രാസവളപ്രയോഗം, ഡീപ്പ് ഇറിഗേഷൻ, നവീന സാങ്കേതിക യന്ത്രങ്ങളുടെ ഉപയോഗം എന്നിവയൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ സ്ഥിരമായി ജലസേചന സൗകര്യം ഉണ്ടായിരുന്ന ഭൂമി 17% മാത്രമായിരുന്നു. ഭൂരിഭാഗം പ്രദേശത്തും കൃഷി നടത്തിയിരുന്നത് മഴവെള്ളത്തെ ആശ്രയിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഉൽപ്പാദനം വളരെ കുറവായിരുന്നു. പുതിയ രൂപത്തിലുള്ള ജലസേചന പദ്ധതികളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെൻറ് മുൻകൈയെടുത്തു. ഉയർന്ന വിളവ് നൽകുന്ന അത്യുൽപാദനശേഷിയുള്ള വിത്തനങ്ങളും ജലസേചന സൗകര്യങ്ങളും കീടനാശിനികളും അതുപോലെ തന്നെ കൃഷിഭൂമിയുടെ സമാഹരണവും കൃഷിഭൂമി കർഷകർക്ക് നൽകിയ ഭൂപരിഷ്കരണവും ഗ്രാമീണ സൗകര്യങ്ങളുടെ വർധനവ്, കാർഷിക സാമ്പത്തിക വായ്പ, കർഷകർക്ക് സാമ്പത്തികപരമായ വായ്പ നൽകുക, രാസവളങ്ങളുടെ ഉപയോഗം എന്നിവയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഗവൺമെൻറ് സബ്സിഡി ഇനത്തിൽ കർഷകർക്ക് ലഭ്യമാക്കിയതാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവം വിജയിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. ഹരിത വിപ്ലവം ആരംഭിച്ച് ഒരു ദശകത്തിനുള്ളിൽ തന്നെ ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഘട്ടത്തിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഫലം പഞ്ചാബിൽ മാത്രമായിരുന്നുവെങ്കിൽ പിന്നീട് രാജ്യത്തിന് മൊത്തം സാമ്പത്തിക വളർച്ചയിലേക്ക് ഗണ്യമായ സംഭാവന നൽകാൻ എന്ത് ചെയ്തു? എല്ലാ മേഖലയിലേക്കും അത് വ്യാപിച്ചു. എന്നാലും രാജ്യത്തിൻ്റെ മൊത്തം വളർച്ചയിലേക്ക് ഗണ്യമായ സംഭാവന നൽകുന്നതിന് കാർഷിക മേഖലയ്ക്ക് സാധിച്ചിരുന്നില്ല. 1980കളിൽ ആരംഭിച്ച രണ്ടാം ഘട്ടം രാജ്യത്തുടനീളം വിവിധ വിളകളിൽ നടപ്പാക്കിയതിനാൽ ഹരിത വിപ്ലവം പൂർണ്ണ അർത്ഥത്തിൽ യാഥാർത്ഥ്യമായി. ഇത് ഗ്രാമീണ തലത്തിലുള്ള വരുമാനം വർദ്ധിക്കുകയും ഗ്രാമീണ തല ദാരിദ്ര്യം ഒരു പരിധിവരെ നിർമ്മാർജ്ജനം ചെയ്യാൻ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ തുടക്കത്തിൽ ഒരൊറ്റ ദശകത്തിനുള്ളിൽ തന്നെ ഇതുണ്ട് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഇന്ത്യ കൈവരിച്ചു. അപ്പോൾ തുടക്കത്തിൽ പഞ്ചാബിൽ മാത്രമാണ് അത് ഒതുങ്ങി നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ GDPയിലേക്ക് സംഭാവന നൽകാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രണ്ടാം ഘട്ടത്തിൽ 1980കളിൽ ആരംഭിച്ച രണ്ടാം ഘട്ടത്തിൽ രാജ്യത്തുടനീളം അടുത്തത് അക്രമം പ്രകൃതിക്കും മണ്ണിനുമെതിരെ. അപ്പോൾ പ്രകൃതിയെയും മണ്ണിനെയും നമ്മുടെ പരിസ്ഥിതി നശിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ മണ്ണിനും പ്രകൃതിക്കുമെതിരെയുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. പൊതുവായ പ്രക്രിയയിൽ നിന്നും ഇന്ത്യ ഒഴിവാക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത് പറഞ്ഞാൽ
വായുമലിനീകരണം, ജലമലിനീകരണം, പ്ലാസ്റ്റിക്, ജൈവ മാലിന്യങ്ങൾ തുടങ്ങിയ നിരവധി മലിനീകരണങ്ങൾ മണ്ണിൻ്റെയും പ്രകൃതിയുടെയും നിലനിൽപ്പിനെ തന്നെ ഭീഷണിയാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ കാലത്ത് പരിസ്ഥിതി മലിനീകരണവും മണ്ണിനും പ്രകൃതിക്കുമുള്ള ആക്രമണ പ്രവർത്തനം ഗൗരവമായ തലത്തിൽ എത്തിയിട്ടില്ലായിരുന്നു. അതിനാൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വ്യവസ്ഥകളും ഇല്ല. അപ്പോൾ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് ഭരണഘടനയിൽ മണ്ണിനെ സംരക്ഷിക്കുന്നതിനും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെയും ആവശ്യകത ഉൾപ്പെടുത്താതിരിക്കേണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഇത്രമാത്രം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു സ്വഭാവം മനുഷ്യന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രകൃതി, വായു, വെള്ളം എല്ലാം എന്താണ് മനുഷ്യൻ്റെ കയറ്റത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിക്രമണത്തിൻ്റെ ഭാഗമായിട്ട് നശിച്ചു കൊണ്ടിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇന്ത്യയും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഗൗരവമായിട്ട് കാണാൻ തുടങ്ങിയത്. 1976 ഇന്ത്യൻ പാർലമെൻറ്റ് ഭരണഘടനാ ഭേദഗതി ചെയ്യുകയും പാർട്ട് 4-ൽ ആർട്ടിക്കിൾ 48A കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പ്രസ്തുത ഭേദഗതി പറയുന്നത് രാജ്യത്തെ വനം, വന്യജീവികളെയും സംരക്ഷിക്കുകയും പരിസ്ഥിതി സംരക്ഷിക്കുന്നതോടൊപ്പം മെച്ചപ്പെടുത്താനും ഭരണകൂടം ബാധ്യസ്ഥരാണ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. 1985 പരിസ്ഥിതി വനം വകുപ്പ് പ്രത്യേകമായി രൂപീകരിക്കുകയും കേന്ദ്രമന്ത്രിയെ തന്നെ പരിസ്ഥിതി വനം വകുപ്പിന് വേണ്ടി നിയോഗിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്ന കേന്ദ്രഭരണ സംഘടനത്തിന് ഒരു സംഘാടന വകുപ്പായിട്ട് മന്ത്രിസഭയെ വരെ രൂപീകരിച്ചപ്പോൾ ആദ്യം വളരെ നിസ്സാരമായിട്ടാണ് നമ്മളതിനെ കൈകാര്യം ചെയ്തിരുന്നത്. 1970 കൂടി എന്തുണ്ട്, ലോകവ്യാപകമായിട്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചകൾ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ ക്യോട്ടോ പ്രോട്ടോക്കോളിനെ പോലുള്ള പ്രോട്ടോക്കോളുകളൊക്കെ വന്നതോടുകൂടി എന്തുണ്ട്, ഇന്ത്യയും അതിനെ ഗൗരവമായിട്ട് എടുത്തു. ഇന്ത്യൻ പാർലമെൻറ്റ് 1976 ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു, ആർട്ടിക്കിൾ 48A ഭാഗം 4-ൽ എന്ത് ചെയ്തു, കൂട്ടിച്ചേർത്തു. പ്രസ്തുത നിയമ ഭേദഗതി പറഞ്ഞതാണ് രാജ്യത്തെ വനവും വന്യജീവികളെയും സംരക്ഷിക്കുകയും പരിസ്ഥിതി സംരക്ഷിക്കുന്നതോടൊപ്പം മെച്ചപ്പെടുത്താനും ഭരണകൂടം ബാധ്യസ്ഥരാണ് എന്നൊരു പ്രഖ്യാപനം ഇന്ത്യൻ ഭരണഘടന നടത്തി. അടുത്ത ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളാണ്. ദിനം പ്രതി നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിയുന്ന ഒരു സംഭവമാണ് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും രാജ്യത്തെ നടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ട് അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും സമര തീജ്വാലകളും നമ്മൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇന്ത്യയിൽ വർദ്ധിച്ചിരിക്കുന്നു. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടവ ഓരോ വർഷവും കൂടി വരികയാണ്. ഇന്ത്യയിൽ ഓരോ 3 മിനിറ്റിലും സ്ത്രീകൾക്കെതിരെ അതിക്രമം നടക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ പല വിധത്തിലുള്ളതാണ്. ഒന്ന് സ്ത്രീധന മരണം, മറ്റൊന്ന് ദുരഭിമാന കൊലപാതകം, ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾ, ബാലികാഹത്യ, ഭ്രൂണഹത്യ, ബലാത്സംഗം, സ്ത്രീകളുടെ കച്ചവടം ചെയ്യൽ, നിർബന്ധിത വ്യഭിചാരം, സ്ത്രീകളുടെ അന്തസ്സിനെ അപമാനിക്കൽ, ഗാർഹിക പീഡനം, നിർബന്ധിത ബാലികാ വിവാഹം, ആസിഡ് ആക്രമണങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി പ്രത്യേക സാമ്പത്തിക മേഖല, ഭൂമി പിടിച്ചെടുക്കൽ, സ്പെഷ്യൽ എക്കണോമിക് സോൺ ആൻഡ് ഗ്രാബിംഗ്, ഭൂമി ലാൻഡ് ഗ്രാബിംഗ്. ആധുനിക കാലത്തെ ഏതു തരത്തിലുള്ള സാമ്പത്തിക മേഖലയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാമാന്യ പദമാണ് പ്രത്യേക സാമ്പത്തിക മേഖല. രാജ്യത്തിൻ്റെ മറ്റു മേഖലകളിൽ നിന്നും വ്യത്യസ്തമായ ബിസിനസ്, വ്യാപാര നയങ്ങളാണ് ഇത്തരം മേഖലകൾ ബാധകമാകുക. ഒരു രാജ്യത്തിനകത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അവ വിവിധ രാജ്യങ്ങളുടെ സംരംഭങ്ങൾ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. മറ്റു രാജ്യങ്ങളുമായി വ്യാപാരം വർദ്ധിപ്പിക്കുക, ദേശീയ അന്തർദേശീയ നിക്ഷേപം ഉയർത്തുക, പുതിയ തൊഴിൽ മേഖലകളും സൃഷ്ടിക്കുക എന്നിവയാണ് പ്രത്യേക സാമ്പത്തിക മേഖലയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഈ മേഖലകളിൽ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുവാൻ പ്രോത്സാഹനം നൽകുന്നതിനായി നിരവധി സാമ്പത്തിക ഉദാരവൽക്കരണ
നയങ്ങൾ ഗവൺമെൻറ് നടപ്പിലാക്കി. കസ്റ്റംസ്, താരിഫ് നികുതികൾ, തൊഴിലാളി നിയന്ത്രണങ്ങൾ, മറ്റു നികുതികൾ എന്നിവയെല്ലാം ഇളവുകൾ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ചില കച്ചവടത്തിനോ അല്ലെങ്കിൽ മറ്റു വ്യവസായങ്ങൾക്ക് വ്യാപാരത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്രദേശത്തെ സ്പെഷ്യലൈസ്ഡ് ചെയ്ത് സ്പെഷ്യൽ സോണാക്കി എക്കണോമിക് സോണാക്കി മാറ്റുകയും അവിടെ ഒരു രാജ്യത്തിനകത്ത് തന്നെയാണെങ്കിലും വിവിധങ്ങളായ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളും അതുപോലുള്ള പ്രവർത്തനങ്ങളുമായിരിക്കും അവിടെ ഉണ്ടാവുക. ഇവിടെ ഏറ്റവും ഗവൺമെൻറ് ആ മേഖലയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. കസ്റ്റംസ്, താരിഫ് നികുതികളോ തൊഴിലാളികളുടെ നിയന്ത്രണങ്ങൾ, മറ്റു നികുതികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു വ്യാപാര അന്തരീക്ഷം, എക്കണോമിക് സെറ്റിൽമെൻറ്റ് ആ പ്രദേശത്ത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഗവൺമെൻറ്റുകൾ ശ്രദ്ധിക്കുന്നു. ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. ശാസ്ത്ര സാങ്കേതിക വളർച്ചയിൽ അഭൂതപൂർവമായിട്ടുള്ളൊരു വളർച്ചയാണ് ലോകമെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ പോലുള്ള കോളനി രാജ്യങ്ങളിൽ ഇത് പ്രകടമായ മുന്നേറ്റം ഉണ്ടാക്കിയത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലാണ്. ഇന്ത്യയിൽ ഭാവി ലക്ഷ്യമാക്കി ശാസ്ത്ര സാങ്കേതിക വളർച്ചയ്ക്ക് ആവശ്യമായ പശ്ചാത്തലമൊരുക്കിയത് ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു തന്നെ. അപ്പോൾ നെഹ്റുവിൻ്റെ കാലത്താണ് ഇന്ത്യയിലെ വരും തലമുറയ്ക്ക് വേണ്ടി ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ച അല്ലെങ്കിൽ അതിന് അടിത്തറയിട്ട പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. രാജ്യത്ത് ശാസ്ത്ര സാങ്കേതിക ഗവേഷണങ്ങൾ ത്വരിതപ്പെടുത്താൻ 1958 സെൻട്രൽ ഗവൺമെൻറ് സയൻറ്റിഫിക് പോളിസി പ്രമേയം പാസ്സാക്കി. 1958 സെൻട്രൽ ഗവൺമെൻറ് സയൻറ്റിഫിക് പോളിസി പ്രമേയം അംഗീകരിച്ചു. ഇതേ വർഷം തന്നെയാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ രൂപീകരിക്കപ്പെട്ടതും. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ രൂപീകരിക്കപ്പെട്ടതും 1958 തന്നെയാണ്. കൃഷി, വ്യവസായം, രാജ്യരക്ഷ, വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതികത എന്നിവയിൽ അർഹരായവർക്ക് രാജ്യ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനായി ആവശ്യമായ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ പ്രയോഗം ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയുള്ള അടിത്തറ പാകിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. സാങ്കേതിക വിദ്യയിൽ മികച്ച പരിശീലനം നൽകുന്നതിനായി ഗവൺമെൻറ് സ്ഥാപിച്ച പശ്ചിമ നാഗ്പൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി 1960കളിൽ ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലും IITകൾ സ്ഥാപിച്ചു. ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റത്തിന് സഹായകമായ രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യമെമ്പാടും നിരവധി ദേശീയ ലബോറട്ടറികൾ സ്ഥാപിതമായി. 1960കളുടെ തുടക്കം മുതൽ സോവിയറ്റ് യൂണിയനുമായി സൗഹാർദ്ദം സ്ഥാപിച്ചതിന് ഫലമായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണം കൂടുതൽ സജീവമായി. ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേഷണങ്ങളും ആണവോർജ്ജ രംഗത്തെ വളർച്ചയും സോവിയറ്റ് യൂണിയൻ്റെ സൗഹൃദത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടക്കുന്നത് 1974 പൊക്രാനിലാണ്. അപ്പോൾ ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്രമാത്രം വളരാൻ കാരണമായത് ഒന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രവർത്തനങ്ങളാണ്. അദ്ദേഹത്തിന് സോവിയറ്റ് യൂണിയനുമായി ഉണ്ടായിരുന്ന ആ ഒരു സൗഹൃദം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലുടനീളം ഒരുപാട് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രയുക്തമാക്കിയ ആ സോവിയറ്റ് യൂണിയനുമായുള്ള ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ISROയുടെ സ്ഥാപനവും അതുപോലെ തന്നെ ബഹിരാകാശത്തെ ഗവേഷണത്തിലേക്ക് ഇന്ത്യയെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ, ഇന്നത്തെ റഷ്യ. ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തുന്നത്, ആണവ വിസ്ഫോടനം നടത്തുന്നത് 1974 പൊക്രാനിലാണ്. ഇതിന് ഇന്ത്യ കൊടുത്തിരുന്ന രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു എന്നതായിരുന്നു. ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയിരുന്ന രഹസ്യനാമമാണ് ബുദ്ധൻ ചിരിക്കുന്നു. അടുത്തത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നിർണായകമായ നയവ്യതിയാനങ്ങൾ സംഭവിച്ച കാലഘട്ടം 1990കളുടെ ആദ്യ വർഷത്തിലാണ്. അക്കാലഘട്ടത്തിൽ പൊതുവെ സാമ്പത്തിക പരിഷ്കാര മോഡൽ പൊതുവെ അറിയപ്പെടുന്നത് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്നാണ്. മോഡൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. LPG മോഡൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. LPGയുടെ പ്രാഥമിക ലക്ഷ്യം ലോകത്തിലെ ഏത് മികച്ച സാമ്പത്തിക വ്യവസ്ഥയോടും കിടപിടിക്കുന്ന രീതിയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ത്വരിതഗതിയിൽ വികസിപ്പിക്കുക എന്നതാണ്. ഇതാണ് LPGയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏത് മികച്ച സാമ്പത്തിക വ്യവസ്ഥയോട് മത്സരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മാറ്റി തീർക്കുക എന്നതായിരുന്നു. ബിസിനസ്, ഉൽപ്പാദനം, സാമ്പത്തിക ഇടപാടുകൾ, വ്യവസായങ്ങൾ എന്നിവയിൽ നടത്തുന്ന വൻ പരിഷ്കാരങ്ങളിലൂടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഉയർന്ന തലങ്ങളിൽ എത്തിക്കുകയായിരുന്നു ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നത്. ഈ പരിഷ്കാരങ്ങൾ രാജ്യത്തെ മൊത്തം സാമ്പത്തിക വളർച്ചയെ നിർണായകമായ സ്വാധീനം ചെലുത്തുകയുണ്ടായി. ഉദാരവൽക്കരണം സൂചിപ്പിക്കുന്നത്
ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുകയും ഉദാരമാക്കുകയും ചെയ്യുക എന്നതാണ്. 1991 ജൂലൈ മുതലാണ് ഇന്ത്യ സാമ്പത്തിക ഉദാരവൽക്കരണം തുടങ്ങുന്നത്. സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് ബിസിനസ്സിലും സേവനങ്ങളിലും കൂടുതൽ പങ്കാളിത്തം നൽകുന്നതോടൊപ്പം പൊതു ഉടമസ്ഥതയിൽ നിന്നും സ്വകാര്യ ഉടമസ്ഥതയിലേക്ക് കൈമാറ്റം ചെയ്യുകയുമാണ് സ്വകാര്യവൽക്കരണം. വിവിധ സാമ്പത്തിക ഘടകങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ ഏകീകരിക്കുന്നതാണ് ആഗോളവൽക്കരണം. ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള സാധനങ്ങൾ, സേവനങ്ങൾ, മൂലധനം, സാങ്കേതിക വിദ്യ എന്നിവയുടെ കൈമാറ്റത്തിലുള്ള തടസ്സങ്ങൾ ഇത് ഇല്ലാതാക്കി. ലോക സാമ്പത്തിക വ്യവസ്ഥയുമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംയോജിപ്പിക്കുകയാണ് ആഗോളവൽക്കരണം കൊണ്ട് അർത്ഥമാക്കിയിരുന്നത്. വിദേശ സാങ്കേതിക കരാർ, നിക്ഷേപങ്ങളുടെ സ്വീകരിക്കൽ, ലൈസൻസിങ്, നിയന്ത്രണങ്ങൾ എടുത്തു കളയൽ, സ്വകാര്യവൽക്കരണം, സമുദ്രാന്തര വ്യാപാര സൗകര്യങ്ങൾ, പണപ്പെരുപ്പം തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കൽ, നികുതി പരിഷ്കരണം, ലൈസൻസ് പെർമിറ്റിൻ്റെ റദ്ദാക്കൽ എന്നിവയായിരുന്നു LPG നയത്തിൻ്റെ മുഖ്യ സവിശേഷതകൾ. നിലവിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച നിരവധി സ്റ്റേറ്റ് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരുന്നു. ഇത്തരം നിയന്ത്രണങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ ഒരു വലിയ പരിധിവരെ ഇളവുകൾ വരുത്തി സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കുക വഴി സാമ്പത്തിക ക്രമത്തിൽ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്തു. അപ്പോൾ വിദേശ രാജ്യങ്ങളുമായിട്ട് വിദേശ മൂലധന നിക്ഷേപം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ എക്കണോമിയെ മാറ്റി തീർത്തു. അതുപോലെ തന്നെ പൊതുമേഖലയിലുണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഗവൺമെൻറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പതുക്കെ ഇല്ലായ്മ ചെയ്യാനും ഉദാരവൽക്കരണം സഹായകമായി. അത് ഇന്ത്യൻ എക്കണോമിയിലെ ഏറ്റവും സുപ്രധാനമായൊരു കാലഘട്ടമായിരുന്നു നരസിംഹറാവു മൻമോഹൻ സിംഗ് കൂട്ടുകെട്ട്. 1991 മുതൽ 1996 വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു. സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ ഏറ്റവും നിർണായകമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചതും നരസിംഹറാവു ഗവൺമെൻറ്റാണ്. മുൻകാല ഗവൺമെൻറ്റുകൾ അനുവർത്തിച്ചു വന്ന മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അദ്ദേഹം സ്വകാര്യ കമ്പോളാധിഷ്ഠിത വ്യവസായത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി. ഒരു വൻ സാമ്പത്തിക പരിവർത്തനം മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഭരണപരമായ തീരുമാനങ്ങൾ എടുത്തിരുന്നത്. വ്യാവസായിക വകുപ്പ് സ്വന്തം കൈകളിൽ തന്നെ നിലനിർത്തിയ പ്രധാനമന്ത്രി മുൻകാല ഭരണാധികാരികളുടെ സോഷ്യലിസ്റ്റ് ആശയത്തിൽ അധിഷ്ഠിതമായ ലൈസൻസ് രാജ് പൂർണ്ണമായും അഴിച്ചുപണിതു. അപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പരിപൂർണമായിട്ടും ഒരു പുതിയ രൂപത്തിലേക്ക്, ഒരു പുതിയ ഛായയിലേക്ക് മാറ്റിയത് നരസിംഹറാവു ആണ്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വ്യാവസായിക മേഖലയെ തൻ്റെ കൈകളിൽ തന്നെ നിലനിർത്തുകയും മറ്റു ഭരണാധികാരികൾ ചെയ്തതിൽ നിന്ന് വിഭിന്നമായിട്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളെ ഒഴിവാക്കുകയും പകരം ഒരു മുതലാളിത്ത ശൈലിയിലേക്ക് ഇന്ത്യയെ എത്തിക്കുകയും ചെയ്തത് നരസിംഹറാവുവാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ലൈസൻസ് രാജ് സമ്പ്രദായം പൂർണ്ണമായിട്ടും അഴിച്ചു പണിതു. ഇതിന് അദ്ദേഹത്തെ സഹായിച്ചിരുന്നത് പ്രഗത്ഭ സാമ്പത്തിക ശാസ്ത്രജ്ഞനും മുൻ റിസർവ് ബാങ്ക് ഗവർണറും ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ധനകാര്യ മന്ത്രി. ചരിത്രപരമായ ഒരുപാട് പരിഷ്കാരങ്ങളുടെ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു റാവു മൻമോഹൻ സിംഗ്. അപ്പോൾ റാവു മൻമോഹൻ സിംഗ് സഖ്യമാണ് IMFൻ്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി തകർച്ചയെ നേരിട്ടുകൊണ്ടിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ സാമ്പത്തിക ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും നടപ്പിലാക്കിയത്. 1991 ജൂലൈയിലാണ് LPG നയം ഇന്ത്യ നടപ്പിലാക്കി തുടങ്ങിയത്. LPG എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ LPG സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് റാവു മൻമോഹൻ സിംഗ് കൂട്ടുകെട്ടാണ്. റാവു പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ആ കാലഘട്ടത്തിലെ ധനകാര്യമന്ത്രിയുമായിരുന്നു. ഉദാരവൽക്കരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും ആഗോളവൽക്കരണവും നടപ്പിലാക്കപ്പെട്ടത് 1991 ജൂലൈ മുതലാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ ഗവൺമെൻറ് നിരവധി പരിഷ്കാരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഓഹരി കമ്പോളം വിദേശ നിക്ഷേപകർക്ക് കൂടി തുറന്നു കൊടുക്കപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇന്ത്യയിലെ ഓഹരി കമ്പോളം വിദേശ നിക്ഷേപകർക്ക് കൂടി തുറന്നു കൊടുക്കപ്പെട്ടു. ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസീറ്റുകൾ അന്താരാഷ്ട്ര കമ്പോളത്തിൽ ഇറക്കി മൂലധന സമാഹരണം നടത്താൻ ഇന്ത്യൻ കമ്പനികൾക്ക് അനുവാദം നൽകി. ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റുകൾ അന്താരാഷ്ട്ര കമ്പോളത്തിൽ ഇറക്കി മൂലധന സമാഹരണം നടത്താനുള്ള അധികാരം ഇന്ത്യൻ കമ്പനികൾക്ക് നൽകി. കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിക്കുക വഴി ഇന്ത്യയിലെ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും പരസ്പരം ബന്ധപ്പെടുത്തി. ഓരോ കമ്പനിയും എത്ര ഓഹരികൾ എത്ര വിലയ്ക്ക് മാർക്കറ്റിൽ വിൽക്കണമെന്ന് തീരുമാനിക്കുന്ന അധികാരം കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസിൽ നിന്നും എടുത്തുമാറ്റി. സംയുക്ത ബിസിനസ് സംരംഭങ്ങളിൽ വിദേശ മൂലധന നിക്ഷേപം
ഉയർത്തിയതോടെ വിദേശ നിക്ഷേപം വർദ്ധിച്ചു. വ്യാവസായിക ലൈസൻസിംഗ് സമ്പ്രദായത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുകയും 18 വ്യവസായങ്ങളൊഴികെ മറ്റൊന്നിനും വ്യാവസായിക ലൈസൻസ് ആവശ്യമല്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇപ്പോൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിക്കുക വഴി ഇന്ത്യയിലെ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും പരസ്പരം ബന്ധപ്പെടുത്തി. അതുപോലെ തന്നെ ഓരോ കമ്പനികളും എത്രമാത്രം ഓഹരികൾ എത്ര വിലക്ക് മാർക്കറ്റിൽ ഇറക്കണമെന്ന് തീരുമാനിക്കാനുള്ള കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസിൽ നിന്നും ആ ഒരു അധികാരം എടുത്തു മാറ്റി. സംയുക്ത ബിസിനസ്സിൽ വിദേശ മൂലധനം വരെ സ്വീകരിക്കാൻ തുടങ്ങി. അത് ഇന്ത്യയിലേക്ക് ഇതിൻ്റെ വിദേശ മൂലധനത്തിന് ഒഴുക്കിന് സഹായകമായിട്ടുണ്ട്. അതുപോലെ തന്നെ 18 വ്യവസായങ്ങൾ ഒഴികെ മറ്റൊരു വ്യവസായത്തിനും വേണ്ട ലൈസൻസിംഗ് സമ്പ്രദായം ആവശ്യമില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. സ്വതന്ത്ര ഇന്ത്യ പിന്തുടർന്നു വന്നിരുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സ്വകാര്യ ഉടമസ്ഥതയിലേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയായിരുന്നു നരസിംഹറാവു മൻമോഹൻ സിംഗ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ. സ്വതന്ത്ര ഇന്ത്യ പിന്തുടർന്നിരുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സ്വകാര്യ ഉടമസ്ഥതയിലേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത് മൻമോഹൻ സിംഗ് നരസിംഹറാവു കൂട്ടുകെട്ടായിരുന്നു. ഫിനാൻഷ്യൽ മേഖലയിൽ മാറ്റങ്ങൾ വരുത്തി. നേരത്തെ ഉണ്ടായിരുന്ന വിൽപ്പന നികുതികൾ അവസാനിപ്പിച്ച് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ വാറ്റ് നികുതി സമ്പ്രദായം നടപ്പിൽ വരുത്തി. ഉദാരവൽക്കരണത്തിന് ശേഷം ഇന്ത്യയുടെ അന്താരാഷ്ട്ര തല വ്യാപാരം വർദ്ധിച്ചു. 1950 12.50 ബില്യൺ ആയിരുന്നത് 2004 63,081 ബില്യണായിട്ട് ഉയർത്താൻ സഹായിച്ചു. ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ എക്കണോമിയെക്കുറിച്ചാണ്. ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ നിന്നും എങ്ങനെയാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലുള്ള ഒരു മുതലാളിത്ത ചേരി അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്വകാര്യവൽക്കരണത്തിന് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ മാറിയത് എന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്തിട്ടുള്ളത്.